Good morning, everyone. In previous class, we discussed about the array, how we can declare, and what are the different type of arrays according or based on data type and based on dimension. So, everything how will be declared and what will be the memory representation. How can we express the memory representation of various dimensioned arrays. All arrays are data structures. A data structure means a collection of data and the operations done on that data. Okay. Every array in C will be start from the 0. So lower bound of arrays will be starts from 0 and the upper bound will be the size minus 1. Okay, then we must know the declarations assigning value to an element, retrieving element, initializing, memory representation, and address calculation, and the different classifications about array. Okay, so these are all discussed in previous class. That is how we'll declare. The declaration of a normal variable will be data type space the variable name. In addition, coming into array, we have the size in square bracket. Okay, if the dimension is 1, there will be only one size. If the dimension is 2, we have two sizes, that is row size and column size. If the dimension is 3, we have dimensions in 3 direction. Okay, 3 ഡയറക്ഷനിലുള്ള സൈസുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് 4D ആയ അപ്പോൾ 4 സ്ക്രിപ്റ്റുകൾ വേണ്ടിയിട്ട്. അപ്പോൾ സൈസാണ് ഇവിടെ കേട്ടോ. സൈസ് 1, സൈസ് 2, സൈസ് 3. സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ ഒരു എലമെൻറ്റിനെ നമ്മൾ ആ പൊസിഷൻ വെച്ചെടുക്കുന്നു. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ സബ്സ്ക്രിപ്റ്റ് ഇട്ടത്. ശരിക്കും സൈസ് തന്നെയാണ്. ഓക്കെ, സൈസ് 1, സൈസ് 2 എന്ന് പറഞ്ഞാൽ മതി. ആക്സസിങ് അരേ എലമെൻറ്റ്സ്. ഇനി ഒരു അരേ എലമെൻറ്റ് എങ്ങനെ കിട്ടും? അരയുടെ പേര് വെച്ചാൽ മൊത്തമാണ് അല്ലേ? മൊത്തമാണെങ്കിൽ സീൻ്റെ അകത്ത് ഇപ്പോൾ എ എന്ന് പറയുന്ന അരയിൽ 10 എലമെൻ്റ് ഉണ്ടെങ്കിൽ എ എന്നുള്ള പേര് കൊടുത്ത 10 എലമെൻ്റ് കിട്ടില്ല. അത് 1 by 1 ആയിട്ട് ലൂപ്പ് ഇട്ടിട്ട് 0 മുതൽ 9 വരെയുള്ള പൊസിഷനിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ ക്യാച്ച് ചെയ്യണം. സോ അരേ നെയിം വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷനിലുള്ള എലമെൻറ്റ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഹൈറ്റ് എന്നൊരു അരയുണ്ട്. അതിലൊരുപാട് സ്റ്റുഡൻസിൻ്റെ ഹൈറ്റോ സ്റ്റുഡൻസ് ഓർ പേഴ്സണിൻ്റെ ഹൈറ്റ് ഉണ്ട്. അതിൽ മൂന്നാമത്തെ ആളുടെ ഹൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹൈറ്റ് ഓഫ് 2 എന്ന് പറയും. 0-ൽ ഫസ്റ്റ് പേഴ്സൺ, 1-ൽ സെക്കൻഡ് പേഴ്സൺ ആൻഡ് സെക്കൻഡ് ഇൻഡെക്സിൽ തേർഡ് പേഴ്സൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇൻഡെക്സ് ഇട്ട് കഴിഞ്ഞാൽ ആ അരയിലെ 1 ഡയമെൻഷണൽ അരയാണ് എന്ന് മനസ്സിലാക്കാം. അതിലുള്ള എലമെൻറ്റ് ആ പൊസിഷനിലുള്ള എലമെൻറ്റിനെ കിട്ടും. ഇനി ഒരു റോ കോളം പ്രൊവൈഡ് ചെയ്താൽ ആ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിലുള്ള സെല്ലിലെ വാല്യൂ കിട്ടും. ഇനി മറ്റൊരു കോമ്പിനേഷൻ ഇൻഡെക്സ് 1, ഇൻഡെക്സ് 2, ഇൻഡെക്സ് 3 അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് 1, സബ്സ്ക്രിപ്റ്റ് 2, സബ്സ്ക്രിപ്റ്റ് 3 എന്ന് കൊടുത്താൽ നമുക്കെന്താണ് ആ ഒരു കോമ്പോസിഷനിലുള്ള എലമെൻറ്റിനെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കൂട്ടത്തിൽ നിന്ന് അതിലെ ഒരു അംഗത്തെ എടുക്കാനുള്ള വഴികൾ. ഓക്കെ, അത് 3 ഡയമെൻഷനിലും എങ്ങനെയെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനീഷ്യലൈസേഷൻ ഓഫ് അരേ. ഒരു അരേ ഡിക്ലെയർ ചെയ്യുന്ന വാട്ട് ഈസ് ദി ഇനീഷ്യലൈസേഷൻ? ഒരാളെ നമ്മൾ കമ്പൈലറിന് പരിചയപ്പെടുത്തുന്നതിനെയാണ് ഡിക്ലറേഷൻ എന്ന് പറയുക. ആ ഡിക്ലറേഷൻ സമയത്ത് തന്നെ അതിലെ ഓരോ എലമെൻറ്റ് വാല്യൂസ് ഇതാണ് എന്ന് പറയുന്നതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുക. സോ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അപ്പോൾ ഡിക്ലറേഷൻ്റെ സിൻറ്റാക്സ് നമുക്കറിയാം. ഡാറ്റ ടൈപ്പ് സ്പേസ് അരേ നെയിം വിത്തൗട്ട് എനി സ്പേസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് പ്രൊവൈഡ് ദ സൈസ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ്. ഇതാണ് സെമി കോളൻ. ഇതാണ് ഡിക്ലറേഷൻ സിൻറ്റാക്സ്. അപ്പോൾ
അപ്പോൾ സെമിക്കോളൻ ഒഴിവാക്കിയിട്ട് ഈക്വൽ ടു ഒരു സെറ്റ് ബ്രാക്കറ്റ്, അതായത് കേളി ബ്രേസിൻ്റെ അകത്ത് ഇവിടെ എത്ര എലമെൻ്റ് ഉണ്ടോ അത്രയും എലമെൻറ്റ്സ് കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് എന്നിട്ടൊരു സെമിക്കോളൻ പ്ലേസ് ചെയ്താൽ അതിലെ ഓരോ മെമ്പേഴ്സിൻ്റെയും തുടക്ക വാല്യൂ, ഇനീഷ്യൽ വാല്യൂ അവിടെ എന്താണ് സ്റ്റാർട്ടിംഗ് വാല്യൂ അസൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഡാറ്റ ടൈപ്പ് ഇൻ്റ് ആണ്, ഇൻ്റ് എ ഓഫ് 5. അരയുടെ നെയിം എ ആണ്, സൈസ് എത്രയാണ് 5 എലമെൻറ്റ്സ് ആണ് ആ അരയിലുള്ളത്. ഓക്കെ, 5. അപ്പോൾ 0 മുതൽ 4 വരെയാണ് റേഞ്ച് പോവുക. ഓക്കെ, ഇത് കണ്ടോ 0 മുതൽ 4 വരെ, കാരണം 5 ആണ് സൈസ്. അപ്പോൾ അപ്പർ ബൗണ്ട് 5 മൈനസ് 1, 0 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോയി. ഇനി ഒന്നാമത്തെ പൊസിഷനിലേക്ക് നമ്മൾ 1, അപ്പോൾ ഈ ഒരു പൊസിഷനിൽ 1 വന്ന് വീഴും. പിന്നെ 2, 2, 3, 3, 4 ആൻഡ് 6. അപ്പോൾ 5th പൊസിഷൻ എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഇൻഡെക്സ്, 4th ഇൻഡെക്സ് 5th പൊസിഷൻ 6 എന്ന വാല്യൂ. ഇതാണ് ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ വഴി നമ്മളൊരു അരേ എ എന്ന പേരിൽ 5 അംഗങ്ങളുള്ള അരേ ഇൻറ്റിജർ വാല്യൂസിൻ്റെ ഡിക്ലെയർ ചെയ്യുന്നു. ആ സമയത്തിന് അതിലേക്കൊക്കെ ഓരോ എലമെൻറ്റിനെയും ഇട്ടുകൊടുക്കുന്നു. സോ ദിസ് ഇസ് ദ ഇനീഷ്യലൈസേഷൻ ഓഫ് 1 ഡയമെൻഷണൽ അരേ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ തന്നിരിക്കുന്നു, ഫ്ലോട്ടാണ്. ഡാറ്റ ടൈപ്പ് ഇവിടെ മാറി ഫ്ലോട്ടാണ്. അരയുടെ പേര് ബി ആണ്, അതിന് സൈസ് അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, അൺലിമിറ്റഡ് അരയാണ്. അതായത് നമ്മളൊരു സൈസ് പറഞ്ഞാൽ അത് ഫിക്സ്ഡ് അരയാണ്. സൈസ് പറഞ്ഞില്ലെങ്കിൽ അതെന്താണ്, അൺലിമിറ്റഡ് ആണ്. ഓക്കെ, ഇൻഫിനിറ്റ് അൺലിമിറ്റഡ് ആണ്, ഫിക്സ്ഡ് അല്ല, വാരിയബിൾ ലെങ്ത് അരയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. 10 ഇനീഷ്യലൈസ് ചെയ്യുന്നു, 2.6 ഇനീഷ്യലൈസ് ചെയ്യുന്നു, 5.7 ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേളി ബ്രേസിൽ കോമ ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബി എന്ന മെമ്മറിയിൽ 3 എലമെൻറ്റ്സ് ആണ്. കാരണം ഇവിടെ നമ്മൾ 3 അംഗങ്ങളെ കൊടുത്തപ്പോൾ 3 എലമെൻറ്റ്സ് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ പൊസിഷൻ 0, 1, 2. അപ്പോൾ ടോട്ടലി എത്രയാണ്, 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 10 ആണ് നമ്മൾ കൊടുത്തത്, പക്ഷേ ഇത് ഫ്ലോട്ട് ആയതുകൊണ്ട് 10.0 എന്ന് ആ പൊസിഷനിൽ വാല്യൂ ഇൻസേർട്ട് ആവും. 2.6 ആൻഡ് 5.7. ഓക്കെ, ഫ്ലോട്ട് ആയതുകൊണ്ട് ശരിക്കും ഡെസിമൽ 1 ഞാൻ ഇട്ടുള്ളൂ, ശരിക്കും അവിടെ എത്ര ഉണ്ടാവും, 6 എണ്ണം ഉണ്ടാവും. ഓക്കെ, 6 ഡെസിമൽ പൊസിഷൻസ് ആണ് ഒരു ഫ്ലോട്ടിന് ഉണ്ടാവുക. എന്നാൽ ഞാൻ ആ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് 10 എന്ന ഇൻറ്റിജർ കൊടുത്തിട്ടും ഫ്ലോട്ട് ആയതുകൊണ്ട് ഇൻസേർട്ട് ആയത് 10.0 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ചെറിയ ആൾ വലിയ സ്പേസിൽ കയറിയിരുന്നു. ഈ ഒരു ടൈപ്പ് കാസ്റ്റിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഓട്ടോമാറ്റിക്കലാണ്. നമ്മളായിട്ട് ആരെയും ഒന്നും ടൈപ്പ് കൺവേർട്ട് ചെയ്യാൻ എന്ത് പറഞ്ഞിട്ടില്ല, ഫോഴ്സ് ചെയ്തിട്ടില്ല. സോ ഇവിടെ നടന്നത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്, ഓട്ടോമാറ്റിക് സൈലൻറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. അപ്പോൾ വിശാലമായ ഒരു സ്ഥലത്തേക്കാണ് ഇവർ കയറിയിരുന്നത്. കാരണം ഇൻറ്റിജർ എന്ന് പറയുന്നത് 2 ബൈറ്റ് ആണെങ്കിൽ ഫ്ലോട്ട് 4 ബൈറ്റ് ആണ്. സോ വൈഡനിങ് എന്നും കൂടെ അതിന് പേരുണ്ട്. ഇതൊക്കെ മുമ്പ് പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ, റിവിഷൻ ചെയ്യുക. ഇനി അടുത്തൊരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഫിക്സ്ഡ് അരയിലേക്ക് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്താൽ എങ്ങനെയിരിക്കും, വാരിയബിൾ ലെങ്ത്ത്, അതായത് ലെങ്ത്ത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അരയിലേക്ക് 3 ആൾക്കാരെ കൊടുത്തപ്പോൾ 3 പൊസിഷൻസ്. ഇനി നമ്മൾ കൊടുക്കുന്നത് 5 സൈസുള്ള ഒരു അരയാണ് AT എന്ന് പറയുന്ന അര. ഈ AT എന്ന് പറയുന്ന 5 സൈസ് അരയിലേക്ക് നമ്മൾ ഓൺലി 3 എലമെൻറ്റ്സിനെ പാസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ മെമ്മറി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ സൈസ് കൊടുത്താൽ അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ അത്രയും ഫിക്സ്ഡ് മെമ്മറീസ് ഇവിടെ എന്താവും, 5 ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷെ നമ്മളാകെ 3 വാല്യൂസേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 0, 1, 2 ലൊക്കേഷനുകളിലേക്ക് 783 ഇൻസേർട്ട് ആവും.
പിന്നെ ബാക്കി 2 ലൊക്കേഷനിലേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ മെമ്മറിയിൽ ആൾറെഡി ആരെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വല്ല വാല്യൂസൊക്കെ ഉണ്ടെങ്കിൽ ആ വാല്യൂസ് അവിടെ ഉണ്ടായിരിക്കും. അതിനെ ഗാർബേജ് വാല്യൂസ് എന്നാണ് അറിയപ്പെടുക. സോ അതിനെ നമ്മൾ ജി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 0 ആയിരിക്കില്ല, കാരണം 0 നമ്മൾ കൊടുക്കണം. ഇൻ കേസ് ഗാർബേജ് വാല്യൂ 0 ആണെങ്കിൽ അങ്ങനെ 0 ആവും എന്നല്ലാതെ എന്തെങ്കിലും വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു അറേ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത്രയും പൊസിഷൻസ് അവിടെ അലോക്കേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം പാസ് ചെയ്താൽ ബാക്കി സ്ഥലങ്ങളിൽ ഗാർബേജ് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്? വേസ്റ്റേജ് ഓഫ് മെമ്മറിയാണ്. എപ്പോഴും വാരിയബിൾ ലെങ്ത് അറേ ക്രിയേറ്റ് ചെയ്താൽ ഇപ്പോൾ 10 എലമെൻറ്റിനെ കൊടുത്താൽ 10 പൊസിഷൻ തരും, 3 എണ്ണം കൊടുത്താൽ 3 എണ്ണം തരും. അധികം വേസ്റ്റേജ് ഓഫ് മെമ്മറി ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇനീഷ്യലൈസേഷൻ ഓഫ് 1 ഡയമെൻഷണൽ വിത്ത് ഫിക്സ്ഡ് ആൻഡ് വാരിയബിൾ ലെങ്ത്. ഇനി നമ്മൾ കമ്പാരിസത്തിലേക്ക് പോവുകയാണ്. അതായത് 1 ഡയമെൻഷനിലെ സിൻറ്റാക്സ്, ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ് ഈക്വൽ ടു കേളി ബ്രേസിലെ വാല്യൂ 1, വാല്യൂ 2 എക്സെട്ര വാല്യൂ n വരെ. ഓക്കെ, സെമിക്കോളൻ. ഇതാണ് ഇനീഷ്യലൈസേഷൻ ഓഫ് 1 ഡയമെൻഷണൽ അറേ. ആൻഡ് എന്താണ് ഒരു വ്യത്യാസം 2 ഡയമെൻഷനിലേക്ക് വരുമ്പോഴുള്ള ഡിഫറൻസ് ഇവിടെ നോക്കുക. ഡാറ്റ ടൈപ്പ് സെയിം ആണ്, അറേ നെയിം സെയിം ആണ്. സൈസ് എന്തായി മാറി? റോ സൈസ് ആൻഡ് കോളം സൈസ് ആയിട്ട് സ്പ്ലിറ്റായി. ഓക്കെ, ദെൻ ഈക്വൽ ടു വാല്യൂ അതങ്ങനെ തന്നെയാണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിന് പകരം ഇങ്ങനെയും കൂടെ കൊടുക്കാം. അതാണ് ഓറിട്ടിരിക്കുന്നത്. അതായത് ഓരോ റോയിലേക്കുള്ളത് ഒരു സെറ്റിൻ്റെ അകത്ത് മറ്റൊരു സെറ്റായിട്ട് സബ്സെറ്റായിട്ട് കൊടുക്കുക. ദെൻ കോമ അടുത്ത സെറ്റ്. ഓക്കെ, അങ്ങനെ ഓരോ റോയിലേക്കുള്ള വാല്യൂസ് കൊടുക്കുക. അങ്ങനെയും കൊടുക്കുക. ഓക്കെ, ഇതാണ് 2 ഡയമെൻഷണൽ ഇനീഷ്യലൈസേഷൻ. ഒന്നെങ്കിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്യും? മൊത്തത്തിൽ ആദ്യം ഇപ്പോൾ 2 റോ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതാണ് വിചാരിക്കുക. അപ്പോൾ V1 ഇവിടെ, V2 ഇവിടെ, V3 ഇവിടെ, V4 ഇവിടെ, അങ്ങനെ എടുക്കും. അല്ല, ഇനി നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ V1 V2 സെപ്പറേറ്റ്, അപ്പോൾ അത് ഇവിടെ നിറയും. V3 V4 സെപ്പറേറ്റ്, അത് ഇവിടെ നിറയും. ഓക്കെ, ഇനി 2 ഡയമെൻഷൻ നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് വരികയാണ്. ഇൻറ്റ് എ ഓഫ് 2/2 2 ഈക്വൽ ടു 1 3 4 6. ഒന്നെങ്കിൽ ഒന്നിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കേളി ബ്രേസിൻ്റെ അകത്ത് സബ്സെറ്റ് കേളി ബ്രേസിൽ 1 3 കോമ വീണ്ടും കേളി ബ്രേസിൽ 4 6. സോ മെമ്മറി റെപ്രസെൻറ്റേഷൻ മെട്രിക്സ് ആണ് 2/2. ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ എന്താണ് 1 3 4 6 കയറും. ഇനി 3 ഡയമെൻഷനിലേക്ക് വരുമ്പോൾ എന്താണ്? സൈസ് അവിടെ 3 ആയിട്ട് മാറും. 1 സൈസ് 2 ആയി ഇപ്പോൾ 3 ആയിട്ട് മാറും. അപ്പോൾ കണ്ടോ, ഡാറ്റ ടൈപ്പ് അറേ നെയിം, സൈസ് 1, സൈസ് 2, സൈസ് 3 ആൻഡ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഇൻറ്റ് എ 2 2 3. അപ്പോൾ ഞാൻ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. 2 ആവുമ്പോൾ 0 ആൻഡ് 1. ഓക്കെ, പിന്നെ ഓരോ 0യും 1ഉം വീണ്ടും 0 1 ആയിട്ട് മാറും. അതായത് രണ്ടാമത്തെ ഡയമെൻഷനും 2 ആണ്. പിന്നെ ഓരോരുത്തരും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും, കാരണം മൂന്നാമത്തെ ഡയമെൻഷൻ 3 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ പൊസിഷനിൽ നമ്മൾ കൊടുത്ത ഈ വാല്യൂസ് 1 by 1 ആയിട്ട് അങ്ങോട്ട് കയറും. ഓക്കെ, ഈ സംഭവമാണ്
ഇതാണ് ഇവിടേക്ക്. അപ്പോൾ ഇത് ഒന്നാമത്തെ ഡയമെൻഷൻ, ഇത് രണ്ടാമത്തെ ഡയമെൻഷൻ, ഇതാണ് 3D. അപ്പോൾ മൊത്തം ഇതിനെ എ എന്ന പേരിൽ ഇതിനെ 3 ഡയമെൻഷണൽ അറേ എ എന്നാണ് പറയുക. അതിലേക്ക് കൊടുത്ത ഇനീഷ്യൽ വാല്യൂസാണ് ഇത്. അതിവിടെ 1 by 1 ആയിട്ട് പറയും. അതാണ് എലമെൻറ്റ്സ്. എപ്പോഴും ലാസ്റ്റ് പൊസിഷനിലാണ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യുക എങ്ങനെയാണ്? ഇപ്പോൾ സപ്പോസ് എങ്ങനെ ആക്സസ് ചെയ്യാം? പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ഒരു എലമെൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ എ എന്നാണ് പേര്. അതിൽ ഒന്നാമത്തത് ഓക്കെ, വീണ്ടും 0, പിന്നെ എന്താണ് ഇങ്ങനെയാണ് 1 0 0. ഈ ഒരു കോഡ് പ്രിൻ്റ് കൊടുത്താൽ നമുക്ക് 88 എന്ന് കിട്ടും. ഇനി ഇതേ ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ ഈ 88 പോയിട്ട് 10 ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതാണ് അസൈനിങ് വാല്യൂ എന്ന് പറയുന്നത്. ആക്സസിങ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് വാല്യൂ ഇങ്ങോട്ടെടുക്കുക, നമ്മളുടെ ആവശ്യത്തിന് ഒരു വേരിയബിളിലേക്കോ പ്രിൻ്റ് മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യാനോ എടുക്കുക. അല്ല പകരത്തിനൊന്ന് വെക്കുകയാണ്, അതല്ല ഇപ്പോൾ വാല്യൂ, അത് ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറൊരു വാല്യൂ അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ അസൈനിങ് വാല്യൂ ടു ആൻ അറേ ഓർ ആൻ എലമെൻറ്റ് ഓഫ് ആൻ അറേ. ഒരു അറേയിലെ എലമെൻറ്റിനെയാണ് വാല്യൂ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഇനീഷ്യലൈസിങ് വാല്യൂസാണ്, അതായത് പരിചയപ്പെടുത്തുമ്പോഴേ കൊടുക്കുന്ന ഇനീഷ്യൽ വാല്യൂസ്. ഇനി അത് കൂടാതെ ഒരു അറേ ഉണ്ടാക്കി അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കും. അപ്പോൾ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റിനെ പിക്ക് ചെയ്ത് അത് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കണം? വാല്യൂസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എന്താണ്? ആക്സസിങ് സിൻറ്റാക്സ് അറേ നെയിം ബ്രാക്കറ്റിൻ്റെ അകത്ത് ഏത് പൊസിഷൻ ഇൻഡെക്സ് ആണോ അത്, ഇതിപ്പോൾ 1 ഡയമെൻഷനിൽ ആയതുകൊണ്ടാണ് ഒരു ഇൻഡെക്സ് ഈക്വൽ ടു വാല്യൂ, സിംഗിൾ വാല്യൂ, അതായത് ആ ഒരു എലമെൻറ്റിന് മാത്രമുള്ളതാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് AT of 3 ഈക്വൽ ടു 10, അതായത് നേരത്തെ ഗാർബേജ് വാല്യൂ ആയിരുന്നു ഒരു AT എന്ന് പറഞ്ഞാൽ അരയ്ക്ക്. അപ്പോൾ 0 1 2 പൊസിഷനിലേക്ക് 783 ഇട്ടിരുന്നു, മറ്റേത് രണ്ടും ഗാർബേജ് വാല്യൂ ആയിരുന്നു. അപ്പോൾ ആ ഗാർബേജ് വാല്യൂവിനെ നമ്മൾ 10 ആയിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ AT of 3 ഈക്വൽ ടു 10. ഓക്കെ, അപ്പോൾ ആ ലൊക്കേഷൻ ഇങ്ങനെ വരും. ഇനി നാലാമത്തെ പൊസിഷനിൽ വീണ്ടും ഒരു ഗാർബേജ് വാല്യൂ തന്നെയാണ്. 5 ലൊക്കേഷനിലേക്ക് 3 പേരെ പാസ് ചെയ്തപ്പോഴാണ് 783 ആയത്, 2 ഗാർബേജ് വാല്യൂ. അതിലെ ഒരാളെയാണ് ഇപ്പോൾ നമ്മൾ അസൈനിങ് വാല്യൂ ടു എലമെൻറ്റ് ഓഫ് എൻ അറേയിലേക്ക് 10 കൊടുത്ത് നമ്മൾ ആക്കിയത്. ഇനി 1 ഡയമെൻഷനിലാണെങ്കിൽ ഇങ്ങനെയാണ്, 2 ഡയമെൻഷനിലാണെങ്കിൽ റോ കോളം ഇൻ്റർസെക്ഷൻ പറയണം. അപ്പോൾ അതിലേക്ക് വാല്യൂ ഇൻസെർട്ട് ചെയ്യാം. പിന്നെ റോ കോളം ഉള്ളത് ഇൻഡെക്സ് 1 ഇൻഡെക്സ് 2 ഇൻഡെക്സ് 3 ആയിട്ട് മാറും. എവിടെ? 3Dയിൽ. അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഒരു സിൻറ്റാക്സിൽ നിന്ന് നമുക്ക് എത്ര ഡയമെൻഷൻ അരേയുടെ സിൻറ്റാക്സും ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, ആകെ ചേഞ്ച് ഈ സൈസിൻ്റെ അവിടെ മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് മെമ്മറി റെപ്രസെൻറ്റേഷൻ ആൻഡ് അഡ്രസ് കാൽക്കുലേഷൻ. ഓക്കെ, മെമ്മറി റെപ്രസെൻറ്റേഷൻ ഓൾറെഡി നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന മെമ്മറിയിൽ ഒരു എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് അഡ്രസ് കാൽക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലുള്ളൊരു ടേമാണ് ഈസൈസ് ഓർ സ്കെയിൽ ഫാക്ടർ. അപ്പോൾ അതെന്താണെന്ന് ഉദ്ദേശിച്ചാൽ ബൈ വിച്ച് പോയിൻ്റർ ഓഫ് സ്പെസിഫൈഡ് ടൈപ്പ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ്. നമ്മൾ ഒരുപാട് ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. ഓരോ ഡാറ്റ ടൈപ്പിനും ബാക്ക്ഗ്രൗണ്ടിൽ മെമ്മറി കപ്പാസിറ്റിയും നമ്മൾ പഠിച്ചു. അതാണ് ക്യാരക്ടറിന് 1 ബൈറ്റ്, ഇൻറ്റിജറിന് 2 ബൈറ്റ് ഓർ 4 ബൈറ്റ് അക്കോർഡിംഗ് ടു ദ ഹാർഡ്വെയർ, ഫ്ലോട്ടിന് 4 ബൈറ്റ്, ഡബിളിന് 8 ബൈറ്റ് അല്ലേ. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ലോങ്ങും ഷോർട്ടൊക്കെ കൂടുമ്പോൾ അതിനനുസരിച്ച് കുറവും കൂടുതലുമായിട്ട് വരും.
എനിവേ അങ്ങനെ ഓരോ ടൈപ്പിനും ഓരോ മെമ്മറി ബാക്ക്ഗ്രൗണ്ട് വാല്യൂ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഈ സൈസ് അല്ലെങ്കിൽ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയിൻ്റർ എന്ന ഒരു വേരിയബിളിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മെമ്മറിയെ പോയിൻ്റ് ചെയ്യുമ്പോൾ ആ മെമ്മറിയെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഇതാണ് എന്ത് പോയിൻ്റർ എന്ന് പറയുന്നത്. പോയിൻ്റർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വേരിയബിളും. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്ററിനെ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യുകയോ ഡിക്രിമെൻ്റ് ചെയ്യുകയോ ചെയ്താൽ അവർ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത എലമെൻ്റ് ലൊക്കേഷനിലേക്കാണ് ചാടുക. അപ്പോൾ ഇപ്പം ഇൻറ്റിജർ 2 ബൈറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ 100 എന്ന മെമ്മറി ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പോയിൻ്ററിനെ നമ്മൾ ++ എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ ചാടുക 2ലേക്കാണ്. അപ്പോൾ അവരുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കെയിൽ ഫാക്ടറാണ്. അതുകൊണ്ടാണ് നമ്മൾ ബൈ വിച്ച് പോയിൻ്റ് ഓഫ് സ്പെസിഫൈഡ് ടൈപ്പ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് എന്ന് സ്കെയിൽ ഫാക്ടറിന് ഡെഫിനിഷൻ കൊടുത്തത്. ഓക്കെ, ഇനി 1 ഡയമെൻഷണൽ അറേയുടെ മെമ്മറി റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അറേ നെയിം ഉണ്ടായിരിക്കും, ഇൻഡെക്സും ഉണ്ട്, എലമെൻറ്റുകൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. മറ്റേതൊക്കെ നമുക്കറിയാം, 0 സ്റ്റാർട്ട് ചെയ്യും, സൈസ് എത്രയാണോ അത് -1 ആണ് നമ്മളുടെ അപ്പർ ബൗണ്ട് വരിക, ലാസ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, ഇവർക്കിനി ഓരോ അഡ്രസ്സും കൂടിയുണ്ട്. ഓക്കെ, അതാണിപ്പോൾ 100. ഇതാണ് യഥാർത്ഥ മെമ്മറി. അതായത് 100 എന്ന മെമ്മറിയിലാണ് എലമെൻറ്റ് 1 0th ഇൻഡെക്സോട് കൂടി നിൽക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് നിൽക്കുന്നത് എവിടെയാണ്? 101-ലല്ല. യഥാർത്ഥത്തിൽ 101 അടുത്ത ആൾ. പക്ഷേ എലമെൻറ്റ് 1 തന്നെ 100ഉം 101ഉം അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോർ വാട്ട്? എലമെൻറ്റ് 1 ഈസ് ആൻ ഇൻറ്റിജർ ടൈപ്പ്. ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് അവർക്ക് 2 ബൈറ്റ് വേണം. ഒരു എലമെൻറ്റിന് 2 ബൈറ്റ് വേണം. അതുകൊണ്ടാണ് അതങ്ങനെ അലോക്കേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത എലമെൻറ്റ് എവിടെയായിരിക്കും? ആ 2 ബൈറ്റ് കഴിഞ്ഞിട്ടുള്ള പൊസിഷനിലാണ്. അതുകൊണ്ടാണ് 100-ൽ നിന്ന് നേരെ 102 എന്നുള്ള പൊസിഷനിലേക്ക് മാറിയത്. ഇനി അടുത്ത എലമെൻറ്റ് എവിടെ ആയിരിക്കും? 104. അടുത്തത് 106. ഓക്കെ, ഇവിടെ 6 ആണ്. ഇവിടെ എന്താണ്, ഇങ്ങനെ ഒരുപാടെണ്ണം അങ്ങനെ പോവും. 6 കഴിഞ്ഞാൽ 8, 10, 12 അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് ആണ്. ഒരു അറേ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ഇൻ ആൻ മെമ്മറി എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ആ കണ്ടിന്യൂസ് ആണ് സ്റ്റാർട്ടിങ് ഇവിടുന്ന് ഇതുവരെ. ഇതാണ് എന്ത്, ഇത്രയും പൊസിഷൻസാണ് മെമ്മറിയിൽ എന്തുള്ളത്? കണ്ടിന്യൂസ് ലൊക്കേഷൻസ്. അപ്പോൾ ആ കണ്ടിന്യൂസ് ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെ നമുക്ക് ബേസ് അഡ്രസ് ഓഫ് അറേ എന്ന് പറയാം. ബേസ് അഡ്രസ് ഓഫ് അറേ എന്ന് പറഞ്ഞാൽ അറേയുടെ സ്റ്റാർട്ടിംഗ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ അഡ്രസ് ഓപ്പറേറ്റർ ഏതാണ്? &A(0). ഓക്കെ, &A(0). അത് എന്ന് പറഞ്ഞാലും അറേ നെയിമും തുല്യമാണ്. അതായത് എ എന്ന് പറയുന്നത് തന്നെയാണ് &A(0). ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നതും ആ അറേ നെയിമും സെയിം എഫക്റ്റാണ്. ഓക്കെ, ഒരു അറേ നെയിം എന്ന് പറയുന്നത് ആ മെമ്മറിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒന്നാമത്തെ പൊസിഷൻ കിട്ടിയ പിന്നെ എത്ര സൈസ് ഉണ്ടോ അവിടേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോയാൽ നമുക്ക് ആ ഫുൾ അറേ മെമ്മറി നമ്മുടെ കയ്യിൽ കിട്ടും. സോ അറേ നെയിം ഈസ് ദ base address of the memory location of an array, and it will be the address of first element. So this is called base address of array.